ഒന്നാം ഭാഗത്തിൽ പോലീസ് സംശയത്തിന്റെ പേരിൽ അവന്റെ 3 സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനായി വിളിച്ചു. ഈ ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായി വിജിലിന്റെ തിരോധാനത്തിനും സുഹൃത്തുക്കൾക്കും എന്തോ ബന്ധമുണ്ടെന്ന്. അങ്ങനെ ആഴത്തിൽ അന്വേഷിക്കുമ്പോഴാണ് ദീപേഷ് എന്ന വിജിലിന്റെ സുഹൃത്ത്. അവനെ കൂടുതൽ ആഴത്തിൽ ചോദ്യം ചെയ്താൽ സത്യം മനസ്സിലാക്കാൻ കഴിയുമെന്ന് രഞ്ജിത്ത് എന്ന പോലീസ് ഓഫീസർക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിഖിൽ എന്ന ഒരു സുഹൃത്ത്, അവൻ പുതുതായി ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഞങ്ങൾ 3 പേരും ഉണർന്നു. അതായത് നിഖിൽ, ഞാൻ, രഞ്ജിത്ത് 3 പേരും എഴുന്നേറ്റു. പക്ഷേ വിജിൽ മാത്രം ഉണർന്നില്ല. അവന്റെ ആന്തരിക അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിതമായി. അവൻ ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുകയും ചെയ്തു. മൊത്തം 56 ബോൺ ഫ്രാഗ്മെന്റ്സ് കണ്ടെത്തി. ഒറ്റ ദിവസത്തിൽ 56 അസ്ഥികഷ്ണങ്ങൾ കുഴിച്ചെടുത്ത് DNA പരിശോധനയ്ക്ക് അയച്ചു.